ഹേ ഗൈസ്, കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് നാടൻ കപ്പവറി ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ആ ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. നമുക്കത് കപ്പ പറിച്ച് ഉദ്ഘാടനം ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ടോപ്പ് കട്ട് ചെയ്ത് മാറ്റാം. ടോപ്പ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഷീറ്റ് മാറ്റിയിട്ടാണ് നമ്മൾ കപ്പ എടുക്കുന്നത്. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ടോപ്പ് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ഷീറ്റ് കീറാത്ത രീതിയിലാണ് എടുക്കേണ്ടത്. പറ്റ കട്ട് ചെയ്യണം. നമ്മളിതിന്റെ താഴെ വെച്ച് കട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് ഈ ഷീറ്റ് നമ്മൾ പൊക്കും. ഇതിന് ശേഷം ആ ഷീറ്റ് പൊക്കുമ്പം ആ ഷീറ്റ് കീറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അടുത്തൊരു കൃഷിക്കും, ഇത് രണ്ടാമത്തെ കൃഷിക്കാണ് ഇത് ചെയ്തേക്കണത്. അപ്പൊ ഒരു കൃഷിക്കും കൂടി ഈ ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറ്റ കട്ട് ചെയ്യുന്നത്. അടുത്തതിന് നമ്മൾ പൂർണ്ണമായിട്ടും കളയും. ഇപ്പൊ നമുക്ക് എന്തായാലും രണ്ട് കൃഷിക്ക് ഒരു ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു കൃഷിക്കും കൂടി ഇത് പറ്റുമോ ഇല്ല നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഷീറ്റ് ആദ്യമായിട്ട് ഷീറ്റ് പൊക്കാം. ഷീറ്റ് സാവധാനത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്നാലും കുറെ ചെലവൊക്കെ വരത്തില്ല. അപ്പം മാക്സിമം ചെലവ് കുറച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതേമാതിരി നമ്മൾ പൊക്കി അങ്ങ് എടുക്കുക. ഇത്രയും വരെ എടുത്തു. ഇവിടെ എന്ന് പറഞ്ഞാൽ പട്ട് കുറെ ശല്യം ചെയ്തതാണ് ഇതിപ്പോ ഇങ്ങനെ ഷീറ്റ് കീറിയത്, അല്ലാതെ എലിയൊന്നും എടുത്തിട്ടില്ല. അടുത്തായിട്ട് നമുക്ക് ബെൽറ്റ് മാറ്റാം. അത് രണ്ട് ഭാഗവും കണക്ട് ചെയ്തിട്ടേക്കുവാണ്. വാട്ടർ പൈപ്പാണ്. അപ്പൊ അത് നമുക്കത് മാറ്റാം. അപ്പൊ അടുത്തതിന് ഉപയോഗിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് മാറ്റാം നമുക്ക്. പിന്നെ നമുക്ക് കപ്പ പറിച്ച് നോക്കാം. കപ്പ പറിച്ച് നോക്കാം. നമുക്ക് എങ്ങനെയാണ് നോക്കാം. കപ്പ ഇതുണ്ടാ. നമ്മള് വളം ഇട്ടത് ഏകദേശം കുറെ എടുത്തിട്ടുള്ളു. വളം ഇതിനായിട്ട് തിരിക്കാൻ. അപ്പൊ അടുത്തത് കപ്പ പറിക്കാം. കണ്ട, ഇത് കപ്പ ഒരുപാട് ദൂരമായിട്ട് പോകുന്നില്ല. കണ്ട, ഈ ഷീറ്റിനകത്ത് തന്നെ വീഴും. കണ്ട, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എലി ഒരെണ്ണം പോലും എടുത്തിട്ടില്ല. കപ്പ ഇതിനകത്ത് നിന്ന് മുറിഞ്ഞു വീണിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് എടുക്കാം. അപ്പൊ ഇട്ട വളങ്ങള് കൂടുതലൊന്നും പോയിട്ടില്ല. മറ്റേ ചാണകവും കൊഴുകളൊക്കെ അങ്ങനെ കിടക്കുകയാണ് കുറെ. കണ്ട, ഇത് കണ്ട കപ്പ. എന്താ ഇതാണ് കപ്പ. നമ്മളുടെ ഇത് നട്ടപ്പോ ഉള്ള പരിചരണം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. വെള്ളം മാത്രം ഇടക്കിടക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ഡെയിലി വെള്ളം കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെതാണ്. അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറിക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ ഇളകിയ മണ്ണാണ്. എന്താ നല്ല പുട്ടുപോലെ വേണ കപ്പയാണ്. ഇപ്പൊ നമ്മൾ ഈ കപ്പ ഇട്ടിട്ട് ഏകദേശം ഒരു 5 മാസം ആയാലും തോന്നണം കേട്ടോ. Alhamdulillah.
നല്ല വിളവുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 8-9 കിലോ മിനിമം ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നണം. അപ്പോൾ എല്ലാത്തിലൊന്നും ഇല്ല എങ്കിലും ചിലതിൽ നിന്നൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫുള്ളായിട്ട് പറിക്കുന്നില്ല. കണ്ടാ കപ്പ കൊണ്ടുവരുന്ന കണ്ടാ എന്ത് നീളാന്നറിയോ കപ്പയ്ക്ക്. കണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് ഷീറ്റ് ഇട്ട് ചെയ്യണമെങ്കിൽ 100%, 150% വിജയമാണ് കേട്ടോ. ഒരെണ്ണം പോലും വലിയെടുത്തിട്ടില്ല ഈ സമയത്ത്. പിന്നെ എനിക്ക് മാർക്കറ്റിംഗ് ഇപ്പം ഡിമാൻഡ് ഉണ്ട്, കാരണം കപ്പ വരവ് കുറവാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിലവാകും. നമ്മളിപ്പോൾ തന്നെ ഇത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള പരിപാടിയാണ്. ഈ കപ്പ കിടക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് വന്ന് കപ്പ പറിച്ച് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ നമ്മളുടെ ഒരു ടൈമുണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ പറിക്കത്തുള്ളൂ. കണ്ട കപ്പ ഇനിയും പറിക്കാൻ കിടക്കണം. നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള നിലയിൽ പറിച്ചു നോക്കുകയാണ്. അപ്പൊ ഇപ്പോ കുഴപ്പമില്ല, ഇനി പറിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ കുറച്ച് മാർക്കറ്റിൽ എത്തിക്കാനുള്ള പരിപാടിയാണ്. അതിനുശേഷം അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് കൊണ്ടു കൊടുക്കും. എന്തായാലും കപ്പയ്ക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട്. കപ്പ വരവ് കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കപ്പയൊക്കെ വരവ് കുറവായത് കൊണ്ട് ഇപ്പൊ നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അതാണ് പലരും നമ്മുടെ അടുത്ത് ഇപ്പൊ ആവശ്യപ്പെട്ടിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിന്റെ ഒരു പകുതി കൂടി കൂടുതലെങ്കിലും ഇത്തവണത്തെ കപ്പയുണ്ട്. കാരണം വെച്ചാൽ കപ്പയ്ക്ക് വലിപ്പം കൂടുതലാണ്. അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ പോളി ഹാലൈറ്റ് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പൊട്ടാഷിന്റെ പോളി ഹാലൈറ്റ് നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് കപ്പ ഇത്രയും വലുതായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ കപ്പ പറിച്ചപ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായില്ല. കണ്ടോ, ഇപ്പൊ നല്ല വലിപ്പമല്ലേ കപ്പയ്ക്ക്. എനിക്ക് തോന്നുന്ന ഒരു 10 കിലോ മിനിമം 10 കിലോ ഉണ്ട്. ചിലതിൽ അതിൽ കുറവാണെങ്കിലും 10 കിലോ ഉണ്ട്. എത്ര കിലോ ഉണ്ടാവും അത് കപ്പ? 10 കിലോ കൂടുതലുണ്ട്. 10 കിലോ കൂടുതലുണ്ട് ആണല്ലേ? കണ്ട 10 കിലോയിൽ കൂടുതലുണ്ടെന്നാ പറയുന്നത്. കണ്ട, ഇപ്പൊ നമ്മൾ ഒരു വരമ്പ് ഇപ്പൊ പറിച്ച് ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പൊ ഇത് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോ എത്തിച്ചിട്ട് ഇനി അതിന്റെ ഇന്നത്തെ എല്ലാ ദിവസവും ഒറ്റയടിക്ക് ഇത് പോവില്ല. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ അവര് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഹോൾസെയിൽ കടയിലാണ് നമ്മളിപ്പോ ഇത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവര് അവിടുത്തെ ഡിമാൻഡ് അനുസരിച്ച് ഇപ്പോൾ ഫസ്റ്റ് പർച്ചന്റ് ചെല്ലാൻ പറഞ്ഞതാണ്, അതനുസരിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിന് പിന്നെ ഇതിന്റെ അടുത്ത എൻക്വയറി അനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള കപ്പ പറിക്കും. കപ്പ പറിക്കാനായിട്ട് ധാരാളം കിടപ്പുണ്ട് ഉണ്ടല്ലേ, നന്നായിട്ട് കപ്പ കിടപ്പുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഇപ്പൊ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഉള്ള കൃഷി എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ് ഇതുപോലെ വിളവ് കിട്ടുന്നത്. ഇപ്പൊ കപ്പ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഇപ്പൊ പുരയിടത്തിലാണ് ചെയ്യണമെങ്കിൽ പുരയിടം ഒരടിയെങ്കിലും താഴ്ത്തി കിളച്ച് ഡ്രില്ലറോ ട്രാക്ടറോ വെച്ച് ഉഴുതതിന് ശേഷം മാത്രമേ കപ്പ കൃഷി ചെയ്യാവൂ. എന്നുവെച്ചാൽ കൂടുതൽ ഇളക്കം ഉണ്ടെങ്കിൽ മാത്രമേ കപ്പ കൂടുതൽ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ 1 ചാൺ ചൊട്ടച്ചാൺ നീളത്തിലുള്ള കമ്പാണ് നടേണ്ടത്. അപ്പൊ അത് നട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കപ്പ കമ്പ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ കപ്പ കമ്പ് എപ്പോഴും പിന്നെ അതിന്റെ കണ്ണുകൾ തമ്മിൽ അടുപ്പമുള്ള ഇതാണെങ്കിൽ അത് കുറച്ച് താമസിക്കും. അതായത് പിന്നെ ഒരു 7 മാസം 8 മാസം ഒക്കെ ആകും. അല്ല കുറച്ച് അകലമുള്ളതാണെങ്കിൽ, കണ്ണുകൾ തമ്മിൽ അകലമുള്ളതാണെങ്കിൽ നമുക്കൊരു 6 മാസം കൊണ്ട് നല്ല വിളവെടുക്കാൻ സാധിക്കും. ഞാനിവിടെ 2 ടൈപ്പ് കപ്പയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കപ്പ ഇതിൽ നിന്ന് ഇപ്പൊ കണ്ടല്ലോ വിളവ് നല്ല വിളവാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ജലസേചനം നടത്തുന്നത് പിന്നെ 1-2 ദിവസങ്ങളിൽ ജലസേചനം കൊടുത്താൽ മതി കപ്പയ്ക്ക്. ഇപ്പൊ കപ്പയ്ക്ക് ഒരു ദിവസം പിന്നെ ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ വെള്ളമൊഴിച്ചാലും കപ്പയ്ക്ക് വലിയ പ്രശ്നം വരുന്നില്ല. നമ്മളുടെ ഈ കപ്പ എന്ന് പറഞ്ഞാൽ ഒരു ആനക്കൊമ്പ് മാതിരി ഇത് വരും. അതായത് നന്നായിട്ട് ഇത് വലുതാകും. ഒരു കപ്പ തന്നെ 2 കിലോ 2.5 കിലോ തൂക്കം. ഇപ്പൊ അത്രയും തൂക്കമുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് അങ്ങനെയുള്ള കുറച്ച് കപ്പ കിട്ടിയായിരുന്നു. ആ കപ്പ എന്ന് പറയുന്നത് 6 കിലോ വരെയുള്ള കപ്പയാണ്. പക്ഷെ അതിന്റെ ദോഷം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കപ്പ കൃഷി വിളവെടുക്കുന്നത് അതിന്റെ യൂഷ്വൽ പീരീഡിൽ മാത്രം എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ല കപ്പ നല്ല സുഖമായിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും കപ്പ കഴിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ഡേറ്റ് ഇപ്പൊ നമ്മൾ ഒരു 7 മാസം പിന്നെ കൊണ്ട് വിളയുന്ന കപ്പയാണെങ്കിൽ നമ്മളൊരു 8-9 മാസം ആകുമ്പോൾ വിളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കപ്പ കഴിക്കുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു വിളവ് കൂടുതൽ കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ പൊട്ടാസ്യം സയനൈഡ് ഉണ്ടാകും. അപ്പോൾ അത് കപ്പ കഴിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ 6 മാസം വിളവെന്നുള്ളത്
ഒരു 6.5 മാസമോ 7 മാസത്തിനുള്ളിലൊക്കെ നമ്മൾ വിളവെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് കപ്പ നമ്മൾ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമ്മളുടെ കൃഷിസ്ഥലം എന്ന് പറയുന്നത് കഞ്ഞിക്കുഴിയാണ് കേട്ടോ. കഞ്ഞിക്കുഴി കൃഷിഭവനാണ്. അപ്പൊ കഞ്ഞിക്കുഴി കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് വളരെ പ്രോത്സാഹനം തരുന്ന കൃഷി ഓഫീസറായാലും അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരാണേലും കൃഷി ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് ആ ഒരു പ്രചോദനമാണ് ഇവിടെ കൂടുതൽ ഞാൻ കൃഷി ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൃഷിക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങളും എല്ലാത്തിനും അവർ സബ്സിഡി ഇങ്ങോട്ട് വിളിച്ചാണ് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് വളരെ താല്പര്യമാണ്. അതുപോലെ തന്നെ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ അതെല്ലാം ചെയ്തു തരും. അപ്പോൾ അത്രയ്ക്കും ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മുടെ കഞ്ഞിക്കുഴി കൃഷിഭവനിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ വലിയ താല്പര്യമാണ്. എല്ലാ കൃഷിയും ഞാൻ എല്ലാ പച്ചക്കറി കൃഷികളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചൊരിമണൽ പ്രദേശത്ത് ഇങ്ങനെ ഒരു കൃഷി മറ്റുള്ള എല്ലാ കർഷകരും ഇതേപോലെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നല്ലൊരു പണിപ്പാട് കൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അത്ര കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്, നല്ല വിളവുണ്ടാക്കുന്നത്. ഒരു കപ്പ ചാക്കിനകത്ത് ഇരിക്കുന്നില്ല, നീളം കൂടുതലാണ്, അത് കാരണം മുറിച്ചു ആണ് വയ്ക്കുന്നത് കേട്ടോ. അത്രയൊക്കെ വലുതാണ് ഈ കപ്പ. ഒരു കപ്പ തന്നെ ഒരു 1.5 കിലോ 2 കിലോ ഒക്കെ വരുമെന്ന് തോന്നുന്നു. ലൈറ്റും സാഗരിക ഗോൾഡ് എൻ്റെ ട്രിപ്പിൽ കൊടുത്തിട്ടുണ്ട്. പോളി ഹാലൈറ്റ് കപ്പ ഇട്ട സമയത്തും കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയ കപ്പ കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തപ്പോൾ ഇത്രയും തൂക്കമുള്ള കപ്പ കിട്ടിയില്ല, ഇത്രയും ക്വാണ്ടിറ്റിയും കിട്ടിയിട്ടില്ല. ഏതായാലും ഇത് നല്ല വിജയമാണ്. പിന്നെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രിപ്പിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ 19 എന്ന് പറഞ്ഞാൽ രാസവളമാണ്. ഞാൻ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജൈവവളം മാത്രമല്ല, ജൈവവളം മാത്രം ഉപയോഗിച്ച് ഒരു കൃഷിയും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് നമ്മുടെ വീടുകളിൽ 2 3 വെണ്ടയോ വാലോ പടവളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ലാർജ് സ്കെയിലിൽ നമ്മൾ വ്യാവസായികപരമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ജൈവവളം ചെയ്ത് വിജയിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ജൈവവളത്തിന് ഇപ്പോൾ ഭയങ്കര വിലയാണ്, രാസവളത്തിന് വിലക്കുറവാണ്. ഗവൺമെന്റ് നല്ല സബ്സിഡി തരുന്നുണ്ട്, യൂറിയയ്ക്കും പൊട്ടാഷും മറ്റ് മിക്സേഴ്സുകൾക്കൊക്കെ സബ്സിഡി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുലഭമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഞാൻ രാസവളം ഉപയോഗിക്കുന്നുണ്ട്. ജൈവവളം ഉപയോഗിക്കുന്നവരും എല്ലാവരും ഉപയോഗിക്കുന്നതും 13,045 അതുപോലുള്ള പിന്നെ ഹൈടെക് വളങ്ങളാണ്. അതായത് ഹോർമോൺ ടൈപ്പുള്ള ട്രിപ്പിൽ കൊടുക്കാൻ പറ്റിയ വെഞ്ചുറിയിൽ കൊടുക്കുന്ന വളങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷെ പലരും അത് ജൈവവളമാണെന്ന് ധരിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ രാസവളങ്ങളാണ്. പക്ഷെ അത് ചെറിയ രീതിയിൽ കൊടുക്കുന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷെ നമുക്ക് ലാർജ് സ്കെയിലിൽ ചെയ്ത് വിജയിപ്പിക്കണമെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ജൈവവളം മാത്രം ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കില്ല. രാസവളം ചെയ്താലേ വിജയിക്കുള്ളൂ എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ ആദ്യം പറിച്ച ആനക്കൊമ്പൻ കപ്പയുടെ അത്രയും വിളവ് രണ്ടാമത്തേതിന് കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ അത് കുറച്ചുകൂടി ഒരു 8 മാസമൊക്കെ കാലാവധിക്ക് വിളയുന്ന കപ്പയാണ്. അപ്പോൾ അത് 8 മാസം ആയിട്ടില്ല. അത് വേറൊരു ടൈപ്പും കൂടിയാണ്. പിന്നെ അതിന് നീളക്കുറവായിരിക്കും, കപ്പയ്ക്ക് നീളക്കുറവായിരിക്കും, കപ്പയായിരിക്കും. എന്നാലും കൂടുതൽ കപ്പയുണ്ടാകും. അപ്പോൾ അതിന് ആദ്യത്തെ അത്ര ഒരു 10 കിലോ 11 കിലോ എന്നുള്ള ആ റേഞ്ചിൽ അതിൻ്റെ വിളവ് വരുന്നില്ല. ആദ്യം നമ്മൾ പറിച്ചത് കൊണ്ടുപോയി, അത് കടയിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ കൊണ്ടുചെന്നപ്പോൾ തന്നെ അത് അവിടെ സെയിലായി. അപ്പോൾ വീണ്ടും ആവശ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ അത്രയും വിളവ് ഇതിന് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇനി അങ്ങോട്ട് പറിച്ചു നോക്കിയാലേ അറിയാത്തുള്ളൂ ഇനിയുള്ള വിളവ് എന്തുമാത്രമാണ്. എന്തായാലും ശരി, ഒരു 7 കിലോയിൽ കൂടുതൽ എന്തായാലും കാണുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മളുടെ ഈ കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിളവാണ്. നമ്മുടെ കഞ്ഞിക്കുഴി അതായത് മറ്റുള്ള ജില്ലകളിൽ, അതായത് തൃശ്ശൂർ, പാലക്കാട്, കോട്ടയം ജില്ലകളിലൊക്കെ അവിടെ പൂഴി പ്രദേശമാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചൂടിൽ നിന്ന് തന്നെ അവർ രാസവളം ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്നില്ലെന്നല്ല, അവർ രാസവളം ഉപയോഗിക്കും. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്നത് തന്നെ ഒരു ചുവടിൽ നിന്ന് 40 കിലോ 50 കിലോ 60 കിലോ ഒക്കെ കപ്പ കിട്ടുന്നുണ്ട് ഒരു ചുവടിൽ നിന്ന്. കാരണം വെച്ചാൽ അത്രയ്ക്കും നല്ല ഫെർട്ടിലിറ്റിയുള്ള മണ്ണാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഒരു 5 കമ്പകളും അവരവരുടെ വീട്ടിൽ കൃഷി ചെയ്യണം. ഗ്രോ ബാഗിലെങ്കിലും ചെയ്യണം. ചെയ്തിട്ട് നമുക്ക്
നമ്മൾക്കൊരു 10 ദിവസത്തേക്കുള്ള കപ്പയെങ്കിലും നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് നോക്കണം. അതിലൊരു മടിയും വിചാരിക്കരുതും. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ പറിച്ച കപ്പ ഒന്ന് വേവിച്ച് നോക്കാം, വേകുമോ, കൈപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകാം. നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. നമ്മളെ കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല പുളിയും പച്ചമുളകും വേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് ഇടിച്ച് റെഡിയാക്കിയ നല്ല സൂപ്പർ ചമ്മന്തിയാണ്. കണ്ട കപ്പയും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചോദിച്ചു നോക്കാം അങ്ങനെയുണ്ട്. ഹലോ കപ്പ സൂപ്പർ. ഹലോ അടിപൊളിയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ താങ്ക് യു സുഹൃത്തുക്കളെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.